നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
ശാരി, നീ ഇത് അരിഞ്ഞു വെച്ചില്ലേ ഇതുവരെ? ഉഫ്. അമ്മേ, ഞാനിവിടെ വെച്ചിരുന്ന മാത്സിന്റെ ടെക്സ്റ്റ് എവിടെ? അതെടുത്ത് ഞാൻ കറി വെച്ചു. ആ കറിയും കൂടെ ദേ ചോറ്റുപാത്രത്തിലുണ്ട്. ഒരു സാധനം ഒരിടത്ത് വെച്ച കാണില്ല. വെച്ചെടുത്ത് നോക്കടി. ഞങ്ങൾ ആരെങ്കിലും നിന്റെ ബുക്കോ പുസ്തകമോ എടുക്കാനായിട്ട് വന്നോ? ഇനിയിപ്പോ ടെക്സ്റ്റ് ഇല്ലാതെ പോവാ. ടെക്സ്റ്റ് ഇല്ലാതെ ചെല്ലുമ്പോ 500, 1000 ഒക്കെ തവണയാ ഇമ്പോസിഷൻ. അതിനും മെനക്കെടണം എന്റെ ഈ സമയം. നിനക്ക് നിന്റെ സാധനങ്ങളൊക്കെ അടുക്കി പറക്കി സൂക്ഷിച്ചു വെച്ചൂടെ മോളെ. അടുക്കള പണിയിലോ ഹോട്ടലിലെ ജോലിയിലോ ഒന്നും ഇടപെടാൻ നിന്നെ ആരും നിർബന്ധിക്കുന്നുമില്ല. എന്റെ കൂടെയുള്ള സ്റ്റുഡൻസ് ആരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞുള്ള പഠിത്തം എന്ന് പറഞ്ഞാ അത് തന്നെ നല്ല പണിയുണ്ട്. പല സ്റ്റുഡൻസും ട്യൂഷനൊക്കെ കഴിഞ്ഞ് 7 മണിക്ക് 8 മണിക്കൊക്കെയാ രാത്രി വീട്ടിൽ ചെന്ന് കയറുന്നേ. അതും കഴിഞ്ഞ പഠിത്തം. കാശ് ചെലവാവുന്നോണ്ട് അതൊന്നും വേണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്നാലും ഒരു മിനിമം സപ്പോർട്ടെങ്കിലും വേണ്ടേ? ഞങ്ങളിപ്പോ എന്തു വേണമെന്ന് നീ പറയുന്നേ? അമ്മയോട് ഞാനൊന്നും പറയുന്നില്ല. അമ്മയ്ക്കതൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. എന്നാ മനസ്സിലാവുന്ന ചിലരുണ്ട്. അവരാണെങ്കി എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും മനസ്സിലാവാത്ത പോലെ കുത്തിയിരിക്കുക. അമ്മ ഒരു മിനിറ്റ്. ഇവളെന്താ പറയുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. ഇതിലും വലിയ പഠിപ്പൊക്കെ പഠിച്ചതല്ലേ ശാലിനി? അവളെ കൊണ്ട് ഈ വക ശല്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവക്ക് എല്ലാത്തിനും സമയവും ഉണ്ടായിരുന്നു. പഠിക്കാനും അടുക്കള ജോലിക്കും ഹോട്ടലിൽ സഹായിക്കാനും ഒക്കെ. ഇതാ പറഞ്ഞത് അമ്മയ്ക്കൊന്നും മനസ്സിലാവില്ലെന്ന്. ഇപ്പോഴത്തെ പഠിത്തമാ ഭാവിയിലേക്കുള്ള അടിസ്ഥാനം എന്നാ ടീച്ചേഴ്സ് എല്ലാം പറയുന്നേ. ഒരു 5 മിനിറ്റ് പഠിക്കാൻ കിട്ടിയാ അത്രയും നന്നായി. അതിനു പകരം കാലയിൽ 4 ചക്രം പിടിപ്പിച്ച് ഞാൻ ഓടുവാ. ഇതെന്റെ ഡ്രസ്സുകളാ. വൈകിട്ടത്തേക്ക് ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്ക്. അത്രയെങ്കിലും ഒരു സഹായം ചെയ്യും. എടി, അത് അവളെ കൊണ്ട് തന്നെ ചെയ്യിക്കണോ? ഞാൻ ചെയ്തു വെച്ചേക്ക അതൊക്കെ. അമ്മയൊന്ന് പോയേ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ജോലി വേണ്ടേ? ഭക്ഷണം കഴിക്കാൻ നേരം മാത്രം വാ തുറന്നോണ്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കാൻ ഇത് അമ്പലത്തിലെ പ്രതിഷ്ഠയൊന്നും അല്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.